പെട്ടെന്ന് വരില്ലേ? നാളെ രാവിലെ 10 മണിക്കാണ് പോയാൽ മതി. നന്നമുക്കില് അവിടെ 10 സെന്റിന് വീടുണ്ട്. ഫോണിലോ പിന്നെ ഇവിടെ ഒരു കല്യാണം മണ്ഡപമുണ്ടല്ലോ. ഇവിടെ കല്യാണം മണ്ഡപമില്ല. ഇവിടെ ഏത് ഭാഗത്താണെന്ന് പറഞ്ഞു. അത് മുക്കാല ഒന്നുണ്ട്. മുക്കാല പിന്നെ മാറഞ്ചേരി അതോട് പോകണം. പിന്നെ എരമംഗലത്താണ്. കല്യാണം അവിടെ ഇവിടെ ഉള്ള കണ്ടത് കയ്യിൽ കാശില്ല. ഇതിന് പൈസ ഉണ്ട്. എന്താ ഒരു 1000 റുപ്യ കച്ചവടം നടന്നിട്ടുണ്ട്. 1000 അയാൾക്കട്ടെ കൊടുക്കണം. പെണ്ണടിക്കാനുള്ള പൈസ ഉണ്ടോ? ആയിക്കോട്ടെ 1000 മതി. 1000 ഒരു കണക്കൊക്കെ ഞാൻ തരാം. കേട്ടോ കല്യാണ മണ്ഡപമല്ലേ ചോദിച്ചോ? നേരത്തെ ഇവിടെ പാറൊന്നുമില്ല. ചൂടായിട്ട് പോവാൻ നോക്ക്. പോവാ. ഇതിൽ വെച്ചിട്ടുണ്ട്. ഇത് വരണ്ട. ഇതിന് വിലപ്പിടിക്കുന്ന സാധനം കണ്ടിട്ടാ. ഒരു മിനിറ്റ്. ഞാൻ അയാളോട് ഒരു കാര്യം കൂടി പറയട്ടെ. പെട്ടെന്ന് സമയം വൈകിയില്ലേ? ഇതൊരു ഒറ്റ മിനിറ്റിലുള്ളൂ. എന്റെ പേര് ഞാൻ അതിലൂടെ വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു ഓട്ടോയിട്ട് വന്നതാണ്. ഇപ്പൊ അവിടെ ആള് വെയിറ്റിംഗിലാണ് അവിടെ. ഇനി വേണമെങ്കിൽ ഞാൻ ചോദിച്ചു നോക്കാം. നിങ്ങൾ കയറി അയാൾ ബാഗിൽ വെച്ചിട്ട് നമുക്ക് ആളോട് ചോദിച്ചു നോക്കാം. കൂടുതൽ നേരം വെയിറ്റിംഗ് ആണെങ്കിലേ എവിടുത്തെ ആയിക്കോട്ടെ, പെട്ടെന്നായിക്കോട്ടെ. അതെ, ഈ നിങ്ങളെ കൂടെ ഉള്ള ഒരാള് അയാളെ അല്ല നിങ്ങളോട് കാര്യം സംസാരിച്ചില്ലേ? ആ പൈസ ഇതൊക്കെ ടീച്ചർ എന്താണ്? ഇല്ല, അയാളെന്ത് ഉടായ്പ തോന്നുന്നുണ്ട്. അയാളെ പന്നിക്കിടക്ക് ആദ്യം മണ്ഡപം ചോദിച്ചു വന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കണം. എന്നിട്ട് അയാളെ എവിടെ പോയി? അയാളല്ല അങ്ങോട്ട് ഇടയ്ക്ക് തിരിച്ചോട്ട് വന്നിരുന്നു. നിങ്ങളുടെ അടുത്തുള്ള അല്ല, ഓട്ടോറിക്ഷ വന്നിട്ട് അയാൾ ഇങ്ങോട്ട് പിന്നെ ഇവിടെ എത്തിപ്പോരാനായിട്ട് വന്നല്ലോ. ഇല്ലല്ലോ, അങ്ങോട്ട് പിന്നെ അങ്ങോട്ട് തിരിഞ്ഞവിടെ പോയാൽ സംശയമുണ്ട്. അവിടേക്ക് പോയാൽ ഞാൻ എടുത്ത് കോൾ വന്നിരുന്നു. അയാൾ ഇവിടെ ഉള്ളതാണോ? അല്ലല്ല, അയാൾ പരിചയമില്ല. അയാൾ ലോങ്ങിൽ നിന്ന് വണ്ടി വിളിച്ച് വന്നതാണേ. എന്നിട്ട് എൻ്റെ 1000 റുപ്യ അയാൾ മേടിക്കും ചെയ്ത്. എനിക്ക് തോന്നുന്നു അയാൾ എന്തോ ഇയാൾക്ക് പൈസ അയാൾക്ക് കൊടുത്തിട്ട് അയാൾ മക്കളും കാണാനുള്ള ആളെ. ഇല്ല, ഇരിക്കുന്നില്ല. ഇരിക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ചോദിച്ചു വന്നു മണ്ഡപം പാർക്കൊന്നും ചോദിച്ചെടുക്കാം. ഞാൻ ആകെ ഡീസൽ അടിക്കാനുള്ള 1000 റുപ്യ ഉണ്ട്. എൻ്റെ അടുത്തുണ്ടല്ലോ. ചില്ലറ പൈസ വന്നിട്ട് അയാളെ അവിടെ ഇറക്കിയിട്ട് അയാൾ കൊണ്ട് വന്നു. എന്നിട്ട് ഞാനും വണ്ടി വിളിക്കുമ്പോൾ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു. ആ ബാഗ് ഞാനൊരു കാര്യം ബാഗ് ഉണ്ടായിരുന്നു എടുക്കണേ. ഒരു ക്യാഷ് ഉണ്ട് നോക്കി. അല്ല, എനിക്ക് ഞാൻ സമയത്ത് ഞാൻ വിലപിടിപ്പുള്ള ബാഗ്, ഒരു വിലപിടിപ്പുള്ള ബാഗാണ്. ഇത് ഇവിടെ ഒന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പോയതാണാലും ഞങ്ങൾക്ക് വരാണ്ടിരിക്കില്ല. എന്തെങ്കിലും പറഞ്ഞത് എന്തുണ്ട്? ഇതൊന്നുമില്ലല്ലോ. ഒരു തുണി കുപ്പായ മാത്രമല്ലോ. ഏതൊരു കവറൊരു സദ്യ എന്താ ചെയ്യുന്ന സൈക്കോന്ന് തോന്നുന്നുണ്ട്. സൈക്കോ മാത്രമല്ല, അയാള് ഇവിടെ നിന്നാണോ? ഇല്ല, അത് ഒരു 10-15 കിലോമീറ്റർ നിന്ന് വാടക വിളിച്ച് വന്നിട്ട് അതിന്റെ പറ്റിക്ക് പോയി. എന്തൊക്കെയാണ് അവസ്ഥ? അല്ല, ഇങ്ങനെ പറഞ്ഞിട്ട് ടീമുണ്ട്. ഇങ്ങനെ ശ്രദ്ധിക്കേണ്ടതല്ലേ?
എനിക്ക് പന്നികൾ കാണുമ്പോൾ ഞാൻ എൻ്റെ അടുത്ത് പന്നി വിട്ട് ഞാൻ എന്താ ചെയ്യാ? അല്ല ഇയാളെ സ്റ്റാൻഡിന്ന് അവിടെ വന്ന് ഐഡിയ ഉണ്ടോ? ഇയാളെ സ്റ്റാൻഡിൽ നിന്നല്ലേ വിളിച്ചത്? ഇയാള് വരുന്ന വഴിക്ക് വിളിച്ചതാ. റോഡ് കൈയിട്ട് കയറിയ അല്ല ഇത് ആ സ്ഥലത്ത് പോയി ആരുടെ ഒന്ന് അന്വേഷിച്ച് നോക്കി. അതന്നെ ഫോട്ടോ അല്ലല്ലോ കയ്യില്. അല്ല ഫോട്ടോ വേണ്ട, അങ്ങനെ ഒന്ന് കയറിയിട്ട് അവിടെ കടയുടെ മുന്നിൽ അവർക്ക് നല്ല കച്ചവടക്കാർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ചോദിക്കാമല്ലോ. ആ സമയത്ത് കയറിയത് ഈ സമയത്താണ് വരുന്നത്. അതുപോലെ ഒരുപാട് ആൾക്കാർ പറ്റിച്ചു കൊണ്ട് 1000 രൂപ നിങ്ങൾക്ക് പോയി. 1000 രൂപ പോയി. എൻ്റെ വാടകയുടെ പൈസയും പോയി. സംഭവം നിങ്ങളെ കത്ത് മൊത്തം നോക്കിയിട്ട് നിങ്ങൾ നല്ല മനസ്സിൽ കളഞ്ഞ് ഞാൻ മതി. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും പറ്റില്ല. എൻ്റെ വേറെ ഇനിയിപ്പോൾ നമ്മളെ സ്ഥിരം വിളിക്കാത്തൊരാൾ ചോദിച്ചാൽ എന്താണ് പ്രത്യേകിച്ച് ഏറ്റവും പറ്റിക്കുള്ള ഹോട്ടൽ ഡ്രൈവർമാരാണ്. എൻ്റെ കാട്ടുമുക്കൊക്കെ കുളിച്ച് ഒരു രാത്രി ട്രിപ്പ് വരെ ഒരു പോക്ക പോകും. 100-300-400 ഉണ്ടാവും ഒരു പോക്കെന്ന് പോയി. പിന്നെ നമ്മളെവിടെ തപ്പുന്നു ഒരു പരിചയം സ്ഥലത്ത് ബാഗും ദിവസം ഒരു പൈസ ഈ ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ എപ്പോൾ ചതിക്കുന്നുണ്ട്. അവർക്ക് ആകെപ്പാട് കിട്ടുക 500-600 റുപ്യ. അതിൽ 10-200 റുപ്യ എണ്ണക്കും പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള പഞ്ചായത്തിൽ ബാലൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ അവരെ കഷ്ടപ്പാട് പാടുകൾ പറയാറുണ്ട്. ശരി, നമുക്ക് കാണാം. നാടിനെ ഇവിടെ വെച്ച് കണ്ടു